welcome back to your channel. It's me Sumi. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു ആമസോൺ ബ്യൂട്ടി ഹോൾ വീഡിയോ ആണ് കാണിക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തില്ല, ഞാൻ റിപ്പീറ്റ് ആയിട്ട് വാങ്ങിച്ചത് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ട്, വാങ്ങിച്ച ഒരു വിലക്ക് ക്വാളിറ്റി നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് നീണ്ടു നിൽക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഒക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിനു മുമ്പ് നമുക്കറിയാം ആമസോണിൽ ഇപ്പോൾ ഒരു സെയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു വാർഡ്രോബ് റീഫ്രഷ് സെയിൽ ഡിസംബർ 18 സ്റ്റാർട്ട് ചെയ്ത കാര്യം. നല്ല ഓഫറാണ്, അപ് ടു 50 to 80% വരെയാണ് ഓഫർ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നും കൂടി പറയണം, കാരണം നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാങ്ങിക്കാം. ആ ഒരു സെയിൽ എൻഡ് ചെയ്തിട്ടില്ല, 18 സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. നമ്മുടെ ബ്യൂട്ടി ഫാഷൻ കാറ്റഗറിയിലൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ സെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇന്നത്തെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ പ്രൊഡക്ട്സും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് കിറ്റ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് തന്നെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബിഗിനേഴ്സിനൊക്കെ, അതായത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരു യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരെണ്ണം പറയുകയാണെങ്കിൽ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ ഒരുവിധം എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ആദ്യമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാനിപ്പോൾ പോൺസിൻ്റെ 2 മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറുണ്ട്. ഇത് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്, ഓയിൽ ഫ്രീ ആണ്. നല്ലൊരു നോൺ സ്റ്റിക്കി ഗ്ലോയിങ് സ്കിന്നായിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. നല്ലൊരു പാക്കേജിങ് ആണ്, ഒരുവിധം നന്നായിട്ട് ഉണ്ടാവും അവിടെ. കുറേ നാൾ 2 മാസം വരെ 3 മാസം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് മോയ്സ്ചറൈസർ. ഓയിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും പ്രൈമർ യൂസ് ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം പ്രൈമർ പല രീതിയിലുണ്ട്. പോർസ് മിനിമൈസ് ചെയ്യാനുള്ള പ്രൈമർ, അതേപോലെ തന്നെ ഇലുമിനേറ്റിംഗ്, ഹൈഡ്രേറ്റിംഗ്, അങ്ങനെ ഒരുപാട് രീതിയിൽ പ്രൈമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇലുമിനേറ്റിംഗ് പ്രൈമേഴ്സ് ആണ്, കാരണം സ്കിന്നിന് നല്ലൊരു ഗ്ലോയി എഫക്റ്റ് ആയിരിക്കും അത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമതേ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൈമർ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. നന്നായിട്ട് എന്താ പറയുക, ഒരു ഗ്ലോയി എഫക്റ്റ് ആയിരിക്കും ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് അടിപൊളിയാണ്. ഒരു 300 സംതിങ് ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. ഒരു ഗ്ലാസ് കണ്ടെയ്നർ ആട്ടോ ഇത്. ഇത് നമുക്കിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, പമ്പ് രീതിയിലാണ് ഇത് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. ഇതിൻ്റെ ഒരു പാക്കേജിങ് എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ. സ്കിന്നിൽ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ടത് എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ഹൈലൈറ്റിംഗ് പ്രൈമർ വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പ്രൈമർ എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെയാണ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും നഷ്ടബോധമൊന്നും ഉണ്ടാവില്ല, പൈസ പോയി എന്നൊന്നും തോന്നില്ല. ബിഗിനേഴ്സിനൊക്കെ ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈമറാണ് ഇത്. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമറാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേക്ക് ഐലാഷസ് ആണ്. ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചേക്കുന്നത് കലൈലൈസിൻ്റെ ഈ ഒരു ഫേക്ക് ഐലാഷസ് ആണ്. ഈ കലൈലൈസിൻ്റെ തന്നെ എൻ്റെ വേറൊരെണ്ണം ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്, പക്ഷെ ഇത്തിരി പ്രൈസ് ഉണ്ട്. എൻ്റെ ഒരു മാഗ്നറ്റിക് ഐലാഷസും ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിൻ്റെ ഗ്ലൂവും അതേപോലെ ഈ ഒരു സംഭവമാണ് ഇതിൽ. അപ്പോൾ ഇതാണ് ആ ഒരു കലൈലൈസിൻ്റെ ഐലാഷസ്. ഇത് മാഗ്നറ്റിക് ഐലാഷസ് അല്ല, ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഗ്ലൂവും കിട്ടുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തായിരുന്നു, അടിപൊളിയാണ്. നമുക്ക് റിമൂവ് ചെയ്യാനാണെങ്കിലും യൂസ് ചെയ്യാനൊക്കെ ഇത്രയും കൂടി സുഖമാണ്. അതെന്ന് ഞാനൊരു 100, 200, 300 റേഞ്ചിൽ ഐലാഷസ് വാങ്ങിച്ചിട്ടുണ്ട്, ഫേക്ക് ഐലാഷസ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി നല്ല ക്വാളിറ്റി ഉള്ള ഐലാഷസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഗ്ലൂ ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. യൂസ് ചെയ്യാനും സുഖമാണ്, അതേപോലെ പറിച്ചെടുക്കാനും സുഖമാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫേക്ക് ഐലാഷസ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം.
അപ്പോൾ അടുത്തത് ഞാൻ വാങ്ങിച്ചേക്കണത് 2 ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചേക്കണത്. അപ്പോൾ ലാക്മേയുടെ ഈ ഒരു 2 ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചേക്കണത്. ഇത് ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. 2 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് ട്വിസ്റ്റ് എന്നാണ് പേര്. പിന്നെ അതിൻ്റെ ഷെയ്ഡ് നമ്പർ 19 ആണ് കേട്ടോ. ഇതാണ് ആ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് രണ്ടാമത്തതിൻ്റെ ഷെയ്ഡ് 05 റെഡ് സാങ്ക്രിയ എന്നൊക്കെ എഴുതിയേക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ 2 ഷെയ്ഡാണ് വാങ്ങിച്ചേക്കണത്. എനിക്കൊന്നൊരു 200 സംതിങ്ങിനാണ് ഈ 2 ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചേട്ടാ. രണ്ടിൻ്റെയും ഒരു കളർ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ന്യൂഡായിട്ടുള്ളത് കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ പേര് ന്യൂഡ് ട്വിസ്റ്റ് എന്നുള്ളതാണ്. ഇതില്ല, നമ്മുടെ ചുണ്ടിൻ്റെ സെയിം കളറാണ്. നമ്മൾ ഇട്ടെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ള ഒരു കളറാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ലിപ്സ്റ്റിക്ക്. നമ്മുടെ ചുണ്ടിൻ്റെ അതേ കളറാണെന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും അറിയില്ല നമ്മൾ ലിപ്സ്റ്റിക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും, അതായത് നമ്മളൊരു എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഇത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. 200 സംതിങ് എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് നമ്മുടെ ചുണ്ടിൽ ഇട്ട് കഴിയുമ്പോണ്ടല്ലോ, ഇത് നമ്മുടെ ചുണ്ടിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ക്രീമി രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ നന്നായിട്ട് അബ്സോർബ് ആവും. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ചുണ്ടിന് ഒട്ടും കൊണ്ട് ഡ്രൈ ആക്കാണ്ട് ഒരു മാറ്റേ ലുക്ക് ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ് ഈ ഒരു ന്യൂഡ് ട്വിസ്റ്റ്. അതായത് ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള, അതായത് ലിപ്സ്റ്റിക് കിട്ടുന്ന തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ഇത്. അടുത്തത് ഇത്തിരി ഒരു റെഡും ബ്രൗണും കൂടി ചേർന്ന ഒരു കളറാണ്. അപ്പോൾ അതാണ് ഇത് കേട്ടോ. ഇത് 05 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. എനിക്കിതിൻ്റെ കളർ എന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈനിൻ്റെ കളർ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. നമ്മുടെ റെഡ് വൈനില്ലേ, വൈനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ 2 ലിപ്സ്റ്റിക്ക് ഇതാണ്. പിന്നെ അടുത്ത ഞാൻ വാങ്ങിച്ചേക്കണത് ഇബാ കോസ്മെറ്റിക്സിൻ്റെയാണ്. ഇത് ഞാൻ എന്താ പറയുക, കുറേ നാളായി ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ബിഗിനേഴ്സിന് ഇങ്ങനെ ലിപ്പ് ചീക്ക് ടിൻ്റെ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഫോറെവർ ന്യൂഡ് എന്നുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി പറ്റിയ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ഇത്. ഞാൻ കാണിച്ചു തരാം. നല്ലൊരു പാക്കേജാണ് ഇതിൻ്റെ. പാക്കേജിങ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ്. ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തത്. എനിക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഇത്തിരി കൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ. ഇതിന് വേറെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. കണ്ടില്ലേ, ഇത് ഇങ്ങനെയാണ് കളർ വരുന്നത്. നമുക്ക് നമ്മുടെ കവിളിലും അതേപോലെ ചുണ്ടിലും ഇടാൻ പറ്റുന്നതാണ് ഇത്. നമുക്ക് ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ ഇതാണ്. കാരണം ഡെയിലി നമുക്ക് ലിപ്പിലാണെങ്കിലും ചീക്കിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യട്ടാ. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണിത്. ഇതും അടിപൊളിയാണ്. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതായാലും ട്രൈ ചെയ്യാം. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ചീക്ക് ആൻഡ് ലിപ് ടിൻ്റ് ആണ് ഇത്. ഡ്രൈ ആക്കുന്നില്ല സ്കിന്നിനൊട്ടും തന്നെ. അപ്പോൾ ഇതാണ് അടുത്തൊരു ഐറ്റം. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഐബ്രോ പെൻസിലാണ്. അഫോർഡബിൾ പ്രൈസിൽ. എനിക്കൊരു അണ്ടർ 100 അങ്ങനെ എന്തോ പ്രൈസ് ഉള്ളൂ കേട്ടോ. 2 ഐബ്രോ പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു ബ്രഷും ഉണ്ട്. ഇതൊന്ന് ബ്രൗണും ഒന്ന് ബ്ലാക്കും ആണ്. ബ്രൗൺ ആയിരിക്കും ഇത്തിരി കൂടി നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യുക. ബ്ലാക്ക് യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ 2 കോംബോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ കണ്ടറിയാൻ പറ്റും 2 ബ്രഷും ഉണ്ട്. അണ്ടർ 100 റുപ്പീസിന് അഫോർഡബിൾ ആണ്. അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്തത്, ബ്ലാക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഒരു ബിഗിനേഴ്സിൻ്റെ കയ്യിൽ എന്തായാലും ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒപ്പം ബ്രഷ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. ഇത് മിസ് ക്ലെയറിൻ്റെ ആണ് കേട്ടോ. മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. നല്ലൊരു ക്രീമി രീതിയിലാണ് ഇതിൻ്റെ ഒരു ബ്രൗൺ ഞാൻ കാണിച്ചു തരാം. കാരണം ബ്രൗൺ ഞാൻ പൊട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കണ്ടില്ലേ, നല്ല ക്രീമി രീതിയിലാണ്. നമ്മൾ ഐബ്രോസിൽ എഴുതുമ്പോൾ തന്നെ നന്നായിട്ട് ആകുന്നുണ്ട്. അതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്തേക്കണം ഈ ഒരു മിസ് ക്ലെയറിൻ്റെ ഈ ഒരു ബ്രൗൺ
ഐബ്രോ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നി. അഫോർഡബിൾ പ്രൈസിൽ ഇത്തിരി നല്ലൊരു വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മിസ് ക്ലിയറിന് ഇത് വാങ്ങിക്കുക. കാരണം ബ്ലാക്കും ബ്രൗണും കോംബോ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ബ്രഷും ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇത് നല്ലതാണ്, എൻ്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് ക്വാളിറ്റി ഉണ്ട് തോന്നി. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഐബ്രോസിനായിട്ട് ഞാൻ ഇപ്രാവശ്യം കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് 2 പിരികും 2 രീതിയിലാണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ഐബ്രോസിന് വേണ്ടി ഞാൻ വാങ്ങിച്ച ഐറ്റം കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോൾ ഒരുപാട് പേര് ഐബ്രോ പെൻസിൽ അല്ലാണ്ട് പൗഡർ രീതിയിൽ, അതായത് പാലറ്റ് രീതിയിലുള്ള യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇത് മാർസിൻ്റെ ഐബ്രോ പൗഡറാണ് കേട്ടോ. ഇത് മാർസിൻ്റെ വാങ്ങിക്കാനുള്ള കാര്യം, മാർസിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസിൽ ഒരുവിധം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് മാർസിൻ്റെ കേട്ടോ. അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പാലറ്റാണ്. ഇതിൽ 3 ഷെയ്ഡ്സ് ആണുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുകയാണ്, എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു പൗഡർ ബേസിലുള്ള ഐഷാഡോ പാലറ്റ്. ഐഷാഡോ അല്ല, സോറി, ഐബ്രോ പാലറ്റ്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. കണ്ടില്ലേ, 3 ഷെയ്ഡ്. ഒരു ബ്രൗൺ ഉണ്ട്, ഡാർക്ക് ബ്രൗൺ ഉണ്ട്, അതിൽ ബ്ലാക്കും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം അവർ ഐബ്രോസ് ഫിൽ ചെയ്യാണ്ട് ചെറിയൊരു ബ്രഷ് കൂടി തരുന്നുണ്ട്. അതല്ലാണ്ട് ഇതിൻ്റെ പുറകു വശത്തായിട്ട് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ചെറിയൊരു മിറർ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോൾ ഇതിൽ തന്നെ നോക്കിയിട്ട് ഐബ്രോസൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ലൊരു പൗഡർ ബേസ്ഡായിട്ടുള്ള ഒരു ഐബ്രോസ് ഫിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും വാങ്ങിക്കാട്ടോ. കാരണം കൊള്ളാം, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിതും യൂസ് ചെയ്തിട്ടാ. ബ്രൗൺ, ഈ ഒരു ബ്ലാക്കാണ് ഞാൻ യൂസ് ചെയ്തത്, ബ്രൗൺ യൂസ് ചെയ്തില്ല. കാരണം ബ്രൗൺ എന്ന് പറയാനായിട്ട് ഭയങ്കര ഒരു ലൈറ്റ് ബ്രൗൺ ആയിപ്പോയി കളറ്. ഞാനവിടെ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കണം. പക്ഷെ ഞാൻ മിക്സ് ചെയ്യും, ബ്രൗണും പിന്നെ ഒരു ഗ്രേ കളറും ഇതിൻ്റെ ഒപ്പം ഇല്ലേ ഇവിടെ, അത് രണ്ടും കൂടി മിക്സ്ഡ് ആക്കിയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇത് 200-300 സംതിങ്ങിനാണ് വരുന്നത്. പൗഡർ ബേസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒട്ടും എഴുതിയെന്ന് തോന്നില്ല, നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ എഴുതാനും സുഖമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാം. കാരണം അതിൻ്റെ ഒപ്പം ബ്രഷ് ഉണ്ട്, മിറർ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ സുഖമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഐറ്റം കേട്ടോ. ഇനി ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ വേറെ വാങ്ങിച്ചൊരു ഐറ്റം കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ ഐബ്രോസിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. കാരണം എൻ്റെ ഐബ്രോസ് രണ്ടും 2 ഷേപ്പിലാണ്. ഒരെണ്ണം ഇത്തിരി പൊങ്ങിയാണ് ഇരിക്കുന്നത്, ഒരെണ്ണം ഇത്തിരി താഴ്ന്നൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഐബ്രോസിന് കുറേ പണിപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഐബ്രോസിന് വേണ്ടി പെൻസിലും അതേപോലെ പാലറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ഐബ്രോ എന്താ പറയുക വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചേട്ടോ. ജസ്റ്റ് ട്രൈ ആണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കി. പക്ഷേ കുഴപ്പമില്ല, എൻ്റെ പിരിക് ഇത്തിരിയേ ഉള്ളൂ. ഇത്തിരി നല്ല പിരികുള്ള ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐബ്രോയുടെ സ്റ്റെൻസിലാണ്. ഇതിനൊരു 200 സംതിങ് ഉള്ള റേറ്റ്. ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസിൻ്റെ ഷേപ്പ് അറിയില്ല, പൊങ്ങിയും കയറിയൊക്കെയാണ് നമ്മൾ വരക്കുമ്പോൾ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ നമുക്ക് ഒട്ടിക്കാവുന്ന സംഭവമാണ്. റീയൂസബിൾ ആണ് കേട്ടോ. നമുക്ക് 2-3 പ്രാവശ്യം അത് പശ പോലെ നമ്മുടെ ഫേസിലൊട്ടും. എന്നിട്ട് എന്താ പറയുക, ഫേസിലല്ല നമ്മുടെ സ്കിന്നിലൊട്ടും. അത് നമുക്കത് പറിച്ചിട്ട് എന്താ പറയുക എടുത്ത് വെക്കുക. അതേപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം, ഐബ്രോ സ്റ്റെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കുറച്ച് സ്റ്റിക്കർ കിട്ടും. അത് ആ സ്റ്റിക്കർ പറിച്ചെടുത്തിട്ട് നമ്മുടെ പിരികത്തിൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാലറ്റ് ആണെങ്കിൽ പാലറ്റ്, പെൻസിലാണെങ്കിൽ പെൻസിൽ, അത് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിരിക് എഴുതി കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റാം. നമ്മുടെ റൈറ്റും ലെഫ്റ്റിലും യൂസ് ചെയ്യുന്ന രീതിയിൽ കിട്ടും. അതായത് ഇതിൽ കണ്ടില്ലേ, ഇതേപോലെ 2 വശത്ത് വിടാൻ പറ്റിയ രീതിയിൽ സ്റ്റിക്കർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 5-6 സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ പിരിക അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. 5-6 അല്ലെങ്കിൽ 10 ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സോറി, 10 ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ എണ്ണിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ നിറയെ ഉണ്ട്. ഞാൻ ഒരെണ്ണം മാത്രമാണ് യൂസ് ചെയ്തത്. എനിക്കൊരു ഇത് ഏകദേശം എൻ്റെ പിരികത്തിൻ്റെ ഒരു ഷേപ്പായിട്ട് തോന്നിയത് ഇതാണ്. ഞാനത് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ കണ്ടില്ലേ കളറിൻ്റെ അവിടെ ബ്ലാക്ക് കളറിലൊക്കെ കാണുന്നില്ലേ. ഇത് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം കാണുന്നില്ലേ പിരികം വരച്ചേക്കുന്ന പോലെ, നമ്മുടെ പിരികത്തിൻ്റെ ഏകദേശം ഉള്ളത് നമ്മൾ നോക്കി എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് പറിച്ചെടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് ഇവിടെ വെക്കുക.
എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുക. പെൻസിലാണെങ്കിൽ പെൻസിൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പാലറ്റ് അതായത് പൗഡർ ബേസ്ഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുക. അതിന് ഇത് പറിച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ ഇതിലോട്ട് ഒട്ടിച്ച് വെക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ലാസ്റ്റത്തെ ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാം, ഒരുവിധ ആൾക്കാരും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ, മസ്കാര, ഗാജറൊക്കെ ആയിരിക്കും യൂസ് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്തായാലും മേക്കപ്പ് റിമൂവ് ആക്കുകയാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് മിസെല്ലാർ വാട്ടർ. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഗാർണിയറിൻ്റെ ഈ ഒരു മിസെല്ലാർ ക്ലെൻസിങ് വാട്ടർ. ഇത് ഞാൻ വലിയ ബോട്ടിലാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ചെറിയ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു 200, 100 സംതിങ്ങിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത്ര ml എന്ന് വെച്ചിട്ട് അനുസരിച്ച് അതിനനുസരിച്ച് റേറ്റ് കുറവുണ്ട്. ഞാൻ വലിയ കുപ്പി വാങ്ങിക്കണം, കാരണം ഞാൻ മേക്കപ്പ് വീഡിയോസ് ഇപ്പോൾ കുറേ ചെയ്യണതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. നന്നായിട്ട്, അതായത് 1 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് എത്ര ടഫായിട്ടുള്ള ഒരു മേക്കപ്പ് ആണെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഫോർഡബിൾ പ്രൈസാണ്, നല്ലൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്യാവശ്യം വേണ്ട ഒരു മിസെല്ലാർ വാട്ടറാണ് ഇത് കേട്ടോ. ബാക്കി ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഓൺലൈൻ സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാ പ്രൊഡക്ട്സിനും ഒത്തിരി വില കൂടുതലായിരിക്കും മിസെല്ലാർ വാട്ടറിന്. ഇതാണ് ഇത്രയും കൂടി ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. അപ്പോൾ ഇതും നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും നോക്കിയിട്ട് വാങ്ങിക്കാം. അറ്റ് ലാസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകണമെന്നില്ല. കോണ്ടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാണിക്കാൻ പോകുന്നത്. കാരണം ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സൊല്യൂഷൻ വേണം. അതായത് ആ ലെൻസ് ഇട്ട് വെക്കാനുള്ള ഒരു സൊല്യൂഷൻ. അപ്പോൾ ലെൻസിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റെയ്നു, അതായത് ബോഷ് പ്ലസ് ലോംബ് എന്നുള്ള ഒരു റെയ്നു എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ലെൻസ് സൊല്യൂഷനാണ്. ഇത് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ഇതൊരു 500 ml അങ്ങനെ എന്തോ ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ലെൻസ് സൊല്യൂഷനാണ്. ഇത് ഞാൻ ഫസ്റ്റ് ബോട്ടിൽ യൂസ് ചെയ്തു, സെക്കൻഡ് ബോട്ടിലാണ്. നിങ്ങൾ ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഇത്തിരി നല്ല ബ്രാൻഡ് സൊല്യൂഷൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് അടുത്തത് നിങ്ങളോട് പറയാനുള്ളത്. പ്രൈസ് ഇത്തിരി ഉണ്ട്, ഒരു 600, 700 അടുത്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പക്ഷെ നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും, അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാര്യമായതുകൊണ്ട് എപ്പോഴും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളതും. ഇത്തിരി പ്രൈസ് കൂടിയാലും കുഴപ്പമില്ല. എന്തായാലും ലെൻസ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ലാസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.